കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, പല സ്ഥലങ്ങളിലും ജലം ലഭ്യമാകുന്ന അവസ്ഥയിൽ ചെറിയ കിണറുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഭഗവാൻ ചോദിക്കുകയായിരുന്നു അർജുനനോട്. അതിനർത്ഥം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമെന്ന ഭഗവാനെ അറിയുക എന്നുള്ള കാര്യത്തിനേക്കാൾ ശ്രേഷ്ഠമായത് ഏത് ഉപനിഷത്തുകളിൽ നിന്നാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നായിരുന്നു. പൂർണ്ണമായ ബുദ്ധിയോടുകൂടി തൻ്റെ കർമ്മം എന്താണോ അത് ചെയ്യുകയാണ്, യാതൊരു തരത്തിലുള്ള ഫലവും ഇച്ഛിക്കാതെ എന്നുള്ളതാണ് ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കിയത്. ഓരോരുത്തർക്കും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം നിർവഹിക്കാനേ അധികാരമുള്ളൂ എന്നും കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവും ഇല്ല എന്നും കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണ് എന്ന് കരുതണ്ട എന്നും സ്വന്തം കർത്തവ്യം അനുഷ്ഠിക്കാതെ ഒരിക്കലും ഒഴിയാൻ ആഗ്രഹിക്കരുത് എന്നും പറയുകയുണ്ടായി. ഭഗവാൻ അർജുനനോട് യോഗസ്ഥനായി പ്രവർത്തിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതായത് ജയ-പരാജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടുകൂടി തൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത് എന്നും ഭഗവാൻ പറഞ്ഞു. പിന്നീട് ഭഗവാൻ അർജുനനെ, അല്ലയോ ധനഞ്ജയ, നികൃഷ്ടങ്ങളായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുവാനും ആ ബോധത്തോടുകൂടി ഭഗവാനെ ശരണം പ്രാപിക്കുവാനും കർമ്മഫലങ്ങൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ് എന്നുമാണ് പറഞ്ഞത്. ഭക്തി നിർഭരമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഈ ലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാമെന്നും അതുകൊണ്ട് സമചിത്തനായി കർമ്മ കുശലതയോടുകൂടി പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഭഗവാൻ. അനാദികാലം മുതൽക്കു തന്നെ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ വിവിധ തരത്തിലുള്ള ഫലങ്ങളെ കൂട്ടിച്ചേർത്ത് പോരുകയാണ്. തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച്, ഭഗവാന്റെ ദാസാനുദാസാനുദാസാനുദാസനാണ് എന്നുള്ള സ്വരൂപത്തെക്കുറിച്ച് മറന്നുപോകുന്ന ജീവാത്മാവ് നിരന്തരമായി അജ്ഞതയിൽ അകപ്പെടുകയാണ്, അല്ലെങ്കിൽ മായയാൽ ചുറ്റപ്പെടുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഭക്തിയുത സേവനം നടത്തി നല്ല തരത്തിലുള്ള സമചിത്തതയോടുകൂടി ഭഗവാനെ സേവിക്കുകയാണ് എങ്കിൽ ജനിമൃതികളുടെയും പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്നും മുക്തനാകാൻ സാധിക്കുമെന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്ഞതയും സംശയങ്ങളും എല്ലാം തന്നെ മാറ്റിക്കളയുവാൻ ഭഗവാനോടുള്ള സേവ മാത്രമേ, ഭക്തി മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് കൂടി ഓർക്കുക. 51 ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്താ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. കർമ്മജം ബുദ്ധിയുക്താഹി, ബുദ്ധിപൂർവം അല്ലെങ്കിൽ യുക്തിപൂർവം ഭഗവാനെ സ്മരിച്ച് കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലം ത്യക്ത്വാ മനീഷീണഃ, ഫലം ത്യജിച്ച്, മനീഷീണ യോഗികൾ അല്ലെങ്കിൽ ഭക്തന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, ഫലം ത്യജിച്ച് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെല്ലാം ബുദ്ധിപൂർവം യുക്തിപൂർവം ത്യജിച്ചുകൊണ്ട് ജന്മബന്ധ വിനിർമുക്ത, ജന്മ മൃത്യു ബന്ധങ്ങളിൽ നിന്നും മുക്തരാകണം. അങ്ങനെ മുക്തരായി പദം ഗച്ഛന്തി അനാമയം, അനാമയം ദുഃഖമില്ലാതെ, പദം എവിടെയാണോ നമ്മൾ എത്തിപ്പെടേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായ ഭഗവത് സ്ഥാനത്തെ ദുഃഖമില്ലാതെ പ്രാപിക്കുകയാണ് ബുദ്ധിമാന്മാരായ യുക്തിപൂർവം ഭഗവത് സേവ ചെയ്യുന്ന ഭക്തർ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്താ മനീഷീണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തരാവുകയാണ്. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ പെട്ട് ജീവിച്ചിരുന്ന നമ്മൾ ഓരോരുത്തരും അവസാനം കിട്ടിയിരിക്കുന്ന ഈ പുണ്യമായിട്ടുള്ള മനുഷ്യജന്മം ഭക്തിപൂർവം ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധ്യമാണ് എന്ന്
അങ്ങനെ മുക്തനാകണമെങ്കിൽ ദൈവ സന്നിധിയിൽ ചെന്ന് എത്തിച്ചേരണമെങ്കിൽ ഭഗവാനെ പ്രേമപൂർവം ഭക്തിപൂർവം സേവിക്കണം. അങ്ങനെ സേവിക്കുന്ന ഒരാൾക്ക് എല്ലാ കഷ്ടതകൾക്കും ഉപരിയായിട്ടുള്ള ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ ബന്ധങ്ങളിൽ നിന്ന് മുക്തനായി അല്ലെങ്കിൽ ജന്മബന്ധ വിനിർമുക്ത എന്ന് പറയുന്ന ഈ വരിയിൽ പറയുന്നത് പോലെ തന്നെ മുക്തരായിട്ടുള്ള ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ശ്ലോകം സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുതിർവത്സപദം പരംപദ് പദം പദം യത് വിപപദാം നദേശാം. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന പേരുകേട്ടവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം ഒരു പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്ത് വെള്ളം പോലെ തുച്ഛമാണ് എന്നാണ് പറഞ്ഞത്. പരമപദം, ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ വൈകുണ്ഠമാണ് ഓരോ ഭക്തൻ്റെയും ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എവിടെയും നമുക്കറിയില്ല അല്ലേ, എപ്പോഴാണ് നമ്മുടെ മരണം വിളിക്കുക? തൊട്ടുപുറകിൽ നിൽക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ കാണാം നമുക്ക് മരണത്തെ. എപ്പോഴാണത് തോണ്ടി വിളിക്കുക എന്ന് ആർക്കും അറിയില്ല. ഈ ഭൗതികമായിട്ടുള്ള ജീവിതം ഭഗവാനെ സേവിക്കാതിരിക്കുന്ന സമയത്ത് വീണ്ടും ജന്മമൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് വീണ്ടും 84 ലക്ഷം തരം ജീവജാലങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതും അങ്ങനെ ചെയ്യുക ആണ് എങ്കിൽ ഒരു പശുവിൻ്റെ കുളമ്പടിയിൽ എത്രമാത്രം ജലം കിടക്കുന്നുണ്ട്, അത്രയും ഭഗവാനെ പൂർണ്ണമായ മനസ്സോടെ സേവിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണോ ഒരു പശുവിൻ കുളമ്പടിയിൽ കിടക്കുന്ന വെള്ളം നമ്മൾ കടന്ന് മാറുന്നത് അല്ലെങ്കിൽ ഒരു കാൽവയ്പിലൂടെ കടന്നു കയറുന്നത് എന്നതുപോലെ ഈ സംസാര സമുദ്രം നമുക്ക് കടന്നു കയറാൻ സാധിക്കും. ഭഗവാന്റെ പാദങ്ങളിൽ പലതരത്തിലുള്ള മുദ്രകളുണ്ട്. പണ്ട് കുന്തിദേവി ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ എത്ര മനോഹരമായാണ് അങ്ങയുടെ കാൽപാദങ്ങൾ ഈ ഹസ്തിനപുരിയിലെ രാജവീഥികളിൽ കാണുന്നത്. പുഷ്പങ്ങൾ പൂക്കളം തീർത്തതുപോലെയാണ് അത് തോന്നുന്നത്. ഇനി ഇതൊന്നും ഇവിടെ ഉണ്ടാവുകയില്ലല്ലോ എന്ന് വളരെ വ്യസനത്തോടു കൂടി കുന്തിദേവി ഭഗവാനെ നോക്കി പറയാണ്. അങ്ങനെ പറയാൻ കാരണം ഭഗവാന്റെ വലതു കാൽപാദത്തിനടിയിൽ 11 മുദ്രകളും ഇടതു കാൽപാദത്തിനടിയിൽ 8 മുദ്രകളുമുണ്ട്. ഇടത്തെ കാലിൽ ധാന്യം, ബാർലി, കോൺ എന്ന പോലെ ഒരു ധാന്യം, ചക്രം, ഊർധവരേഖ, താമര, ആനത്തോട്ടി, കുടി, വജ്രായുധം, കുട, അന്തകോണ, ഒക്ടഗൺ ഷേപ്പിലുള്ള ഒരു ആകൃതി, സ്വസ്തിക, ഒരു റോസ് ആപ്പിൾ പോലുള്ള ഫലം. ഇത്രയും അടയാളങ്ങൾ ഭഗവാന്റെ വലതുകാലിലും ഇടതു കാൽപാദത്തിനടിയിൽ ശംഖ്, ആകാശം, ധനുസ്, പശുവിൻ്റെ കുളമ്പടി, കുടം, ചന്ദ്രക്കല, മത്സ്യം, ഇങ്ങനെ 8 അടയാളങ്ങൾ ഭഗവാന്റെ ഇടതുകാലിലുമുണ്ട്. അപ്പോൾ ഭഗവാൻ കാൽപാദങ്ങൾ വയ്ക്കുമ്പോൾ ഇത് പൂഴിമണ്ണിൽപ്പെട്ട് എത്ര മനോഹരമായ ചിത്രങ്ങളായിരിക്കും വരയ്ക്കുക എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അത്രയും സുന്ദരമായിട്ടായിരുന്നു ഭഗവാന്റെ കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞിരുന്നത്. ഇത് പറയാൻ കാരണം പശുവിൻ്റെ കുളമ്പടി പോലുള്ള ഒരു അടയാളം ഭഗവാന്റെ കാൽപാദത്തിനടിയിലുണ്ട്. അതായത് ഭഗവാന്റെ കാൽപാദത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് പശുവിൻ കുളമ്പടി തരണം ചെയ്യുന്നത് പോലെ അത്രയും നിസാരമായി ഈ ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ സാധിക്കും, ഭഗവത് പാദത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു അറിവാണ് ഈ അടയാളത്തിൽ നിന്നും നമുക്ക് ഭഗവാൻ തരുന്നത്. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഓരോ അടിവയ്പും ദുരിതപൂർണമായിട്ടുള്ളതാണ്. പക്ഷേ ഇതാരും തന്നെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാകാതിരിക്കാൻ കാരണം അവരവരുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞതയാണ്. ജീവിതത്തിൽ ഒരാൾക്ക് പോലും ദുഃഖം ഇല്ലാത്ത ജീവിതം സാധ്യമല്ല. പക്ഷേ
ഭഗവാന്റെ കാൽപാദങ്ങളിൽ ശരണം പ്രാപിക്കുകയാണ് എങ്കിൽ ഇത് സാധ്യം ആകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഭഗവാന്റെ നിത്യദാസൻ ആണെന്ന് എപ്പോഴും ഓർക്കുക. ഒരു യജമാനന് പരിചാരകൻ ചെയ്യുന്നത് പോലെ പൂർണ്ണമായ ഭക്തിയോടുകൂടി അവനവൻ്റെ കടമകളും കർമ്മങ്ങളും നിർവഹിക്കുക, ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ. അങ്ങനെ നിർവഹിക്കുന്നവർക്ക് ഭഗവാൻ തൻ്റെ അടുത്തേക്കുള്ള പാത കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. 52-ാമത്തെ ശ്ലോകം. യദാ തേ മോഹകലിലം ബുദ്ധിവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യദാ തേ മോഹകലിലം, എപ്പോഴാണോ മോഹം ആകുന്ന നിബിഡ വനം. നിബിഡവനം എന്നുദ്ദേശിക്കുന്നത് ശക്തമായ മായയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്നാണ്. മായ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിന് പുറത്തേക്ക് കടക്കുക എന്നുള്ളത് വളരെ ശക്തമായ ഒരു വനത്തിലൂടെ, ഒരു നിബിഡ വനത്തിലൂടെ കടക്കുന്നതിന് തുല്യമാണ്. സൂര്യപ്രകാശം ലവലേശം പോലും അടിക്കാത്ത ഒരു നിബിഡവനം കടക്കുന്നതിന് വെളിച്ചം ആണ് എന്നതുപോലെ ബുദ്ധി എന്ന് പറയുന്ന വെളിച്ചം കൊണ്ട് മായ എന്ന മോഹത്തെ കടക്കണം എന്നാണ്. അല്ലെങ്കിൽ എപ്പോഴാണോ മോഹമാകുന്ന നിബിഡവനത്തെ ബുദ്ധി വ്യതിതരിഷ്യതി, ബുദ്ധി കൊണ്ട് ശരിയായ രീതിയിൽ ഭഗവാനോടുള്ള ഭക്തിയുത സേവനത്തിലൂടെ തരണം ചെയ്യുന്നുവോ തഥാ ഗന്ധാസി, അപ്പോൾ നീ ഗമിക്കും. എവിടേക്ക് ഗമിക്കും? അപ്പോൾ നീ പോകും. എവിടേക്കാണ് പോകുന്നത്? നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച, വിരക്തിയിലേക്ക് പോകും. എല്ലാവിധത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ നിന്നും ബുദ്ധി ഉപയോഗിച്ച് മായയെ മറികടക്കുകയാണ് എങ്കിൽ, അതും ഭക്തിയുത സേവനത്തിലൂടെ മറികടക്കുകയാണ് എങ്കിൽ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച, കേൾക്കേണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും എല്ലാം എല്ലാവിധത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ആകർഷണ ബലത്തിൽ നിന്നും വിരക്തി നേടി, നിർവേദം വിരക്തി നേടാൻ നിനക്ക് സാധിക്കും. എങ്ങനെയാണ് എങ്കിൽ ബുദ്ധിപരമായ രീതിയിൽ ഭഗവത് സേവനത്തിലൂടെ നിബിഡ വനമെന്ന മായയെ തരണം ചെയ്യുകയാണ് എങ്കിൽ എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന, നിന്റെ മനസ്സ് വേദങ്ങളിൽപ്പെട്ട് ഉഴലാതെ, അല്ലെങ്കിൽ അവയുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ, അല്ലെങ്കിൽ സ്വർഗമാണ് ഏറ്റവും സുന്ദരമായ സ്ഥലം, എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി, അതിനുവേണ്ടിയുള്ള പുണ്യപ്രവർത്തികളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നീ നിൽക്കാതെ യഥാ സ്ഥാസ്യതി നിശ്ചല, നിശ്ചലനായി യാതൊന്നിലും ആകർഷിക്കപ്പെടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ, ഒന്നിനോടും ആകർഷണമില്ലാതെ ശോകഭാവങ്ങളിൽ നിന്നും മുക്തനായി താൻ ചെയ്യുന്നത് തൻ്റെ കർമ്മം മാത്രമാണ് എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കുക ആണ് എങ്കിൽ സമാധ അചലാബുദ്ധി, സമാധിയിൽ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ അല്ലെങ്കിൽ അതീന്ദ്രിയാവസ്ഥയിലുള്ള ബുദ്ധിയാൽ സമചിത്തതയോടുകൂടി എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ കാംക്ഷകളെയും വെടിഞ്ഞ് താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ബോധത്തോടുകൂടി ഭഗവാനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് തൻ്റെ കർത്തവ്യം എന്നുള്ള ബോധത്തോടുകൂടി വേദവാക്യങ്ങളിൽ പറയുന്ന സ്വർഗരാജ്യം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി സ്ഥിതപ്രജ്ഞനായി പൂർണ്ണമായ ബോധത്തോടു കൂടിയാണ് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് നീ നിൽക്കുന്നത് എങ്കിൽ നീ ആ ദിവ്യബോധം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നീ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, സ്ഥിതപ്രജ്ഞനായിരിക്കണം, ബുദ്ധി ചഞ്ചലമാകരുത്, മായയാകുന്ന നിബിഡവനത്തെ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യണം. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അർജുനനൊരു സംശയം. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിഗധി കിം പ്രഭാഷയതേ കിമാസീത വ്രജേത കിം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഭഗവാനെ അങ്ങ് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് കുറേ നേരമായല്ലോ പറയുന്നു.
പ്രജ്ഞ സ്ഥിതമായവൻ്റെ ഭാഷ എന്താണ്? സമാധിസ്തസ്യ കേശവ, സമാധിയിലിരിക്കുന്നവൻ്റെ ഭാഷ എന്താണ് കേശവ? സ്ഥികഥീം കിം പ്രഭാഷതേ, അങ്ങനെയുള്ളവർ എന്താണ് സംസാരിക്കുക? കിം ആസീത വ്രജതേ കിം, എങ്ങനെ സ്ഥിതി ചെയ്യും, അവർ എങ്ങനെ സഞ്ചരിക്കും? ഇതെല്ലാമാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. ഇതെല്ലാവർക്കുമുള്ള ആകാംക്ഷയാണല്ലേ. ഓരോ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് അവർ എന്ത് ആഹാരമാണ് കഴിക്കുന്നത്, എങ്ങനെയുള്ള രാജ്യമാണ്, അവിടുത്തെ വസ്ത്രധാരണ രീതികൾ എന്തെല്ലാമാണ്, ഇതെല്ലാം എല്ലാവരും ചോദിക്കുന്നതാണ്. അതേ ചോദ്യം തന്നെയാണ് അർജുനൻ ഭഗവാനോടും ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നവൻ്റെ രീതി എന്താ, ഭാഷ എന്താ, നടത്തെങ്ങനെയാണ് അവൻ്റെ, എങ്ങനെയാണ് അവൻ സഞ്ചരിക്കുന്നത്, ഇതെല്ലാമാണ് അർജുനന് അറിയാൻ ആഗ്രഹം. ഓരോരുത്തരിലും നടപ്പിലും ഇരിപ്പിലും വേഷവിധാനത്തിലും എല്ലാം തന്നെ വ്യത്യസ്തതകളുണ്ടല്ലേ. ഒരു രോഗിയാണോ, ധനികനാണോ, അറിവുള്ള ആളാണോ എന്നെല്ലാം അവരുടെ വസ്ത്രധാരണ രീതിയിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉപാധി സംസാരമാണ്. വളരെ മാന്യമായി വേഷം ധരിച്ച ആളാണ് എങ്കിൽ കൂടിയും അവരുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളിലാണ് ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലുള്ള ആളാണ്, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്ന ഭക്തനാണോ, അതോ അഹങ്കാരം മുറ്റിയ വാക്കുകളാൽ സംസാരിക്കുന്ന വിഡ്ഢിയാണോ, ഇതെല്ലാം മനസ്സിലാകുന്നത് ഓരോരുത്തരുടെയും ഭാഷയിലൂടെയും സംസാര രീതിയിലൂടെയുമാണ്. ഇവിടെയും അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് അയാളുടെ ഭാഷ എന്താണ്, അയാളുടെ സംസാര രീതി എന്താണ്, എങ്ങനെ അയാളെ തിരിച്ചറിയാം എന്നൊക്കെയാണ്. അതിന് ഭഗവാൻ മറുപടി പറയുകയാണ് 55-ാമത്തെ ശ്ലോകത്തിലൂടെ. ശ്രീ ഭഗവാനുവാച പ്രജഹാദീയതാ കാമാൻ സർവാൻ പാർത്ഥാ മനോഗതാൻ ആത്മേന്യേ ആത്മനാ തുഷ്ട സ്ഥിത പ്രജ്ഞസ്തതോ ഉച്യതേ. എന്താണ്? പ്രജഹാദീയതാ കാമാൻ സർവാൻ പാർത്ഥാ മനോഗതാൻ. യഥാ കാമാൻ, കാമത്തെ ആരാണോ നല്ലവണ്ണം ത്യജിക്കുന്നത്, മനചിന്തിതങ്ങളാണ് കാമങ്ങളെല്ലാം. എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണല്ലേ. തീരെ ചെറിയൊരു കുഞ്ഞിന് ആഗ്രഹങ്ങൾ കുറവാണ്. വളർന്നു വരുന്തോറും നമ്മുടെ ആഗ്രഹങ്ങൾ വളർച്ചയോടൊപ്പം, ശരീര വളർച്ചയോടൊപ്പം, നമ്മൾ കാണുന്ന വസ്തുക്കളോടൊപ്പം ഇത് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആരാണോ കാമത്തെ ഇല്ലാതാക്കി, കാമത്തെ നല്ലവണ്ണം ത്യജിക്കുന്നത്, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, ഓരോ വസ്തുക്കളോടും, ഓരോ രീതികളോടും, ഓരോ സംസാരത്തോടും, സ്നേഹത്തോടും, എല്ലാത്തിനോടുമുള്ള കാമം, എല്ലാത്തിനോടുമുള്ള ആഗ്രഹം ആരാണോ ത്യജിക്കുന്നത്, ആത്മന്യേ ആത്മനോ തുഷ്ട, ആത്മാവിൽ പരിശുദ്ധമായ മനസ്സിൽ, ആത്മാവെന്ന് പറയും പരിശുദ്ധമായ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി, സ്ഥിത പ്രജ്ഞസ്യ ഉച്യതേ, അങ്ങനെ ഉള്ളവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആത്മാവിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ കാംക്ഷകളെയും നിഗ്രഹിച്ച് സന്തോഷവാനായി ഇരിക്കുന്നവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. ഏതൊരു ഊർജമായാലും അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. പക്ഷേ അതിനെ ഗതി തിരിച്ചുവിടാം. ഇവിടെയും നമ്മുടെ മനസങ്കല്പങ്ങളെല്ലാം തന്നെ, മനസ്സിനുള്ളിലുണ്ടാകുന്ന കാമങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ഗതി തിരിച്ചുവിടുകയാണ് എങ്കിൽ, നമ്മൾ ഓരോന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കുകയാണ് എങ്കിൽ, ഈ വിധത്തിലുള്ള എല്ലാ ഇന്ദ്രിയകാംക്ഷകളെയും വളരെ പെട്ടെന്ന് തന്നെ, എങ്ങനെയാണോ ഒരു പശുവിൻ്റെ കുളമ്പടിയിൽ കിടക്കുന്ന വെള്ളം നമ്മൾ കടന്നു പോകുന്നത്, മറികടക്കുന്നത് എന്നതുപോലെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എല്ലാവിധത്തിലുള്ള സംസാര ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും നമുക്ക് വളരെ സുന്ദരമായി മറികടക്കാൻ സാധിക്കും. അങ്ങനെ മറികടക്കുന്ന, തൻ്റെ ആത്മാവിൽ തന്നെ സന്തോഷം കൊള്ളുന്ന, താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ബോധം ഉൾക്കൊണ്ട ഒരാളെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.